ജൂൺ 25 ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ ഞങ്ങളുടെ ലൈഫിൽ. അതായത് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്, അതായത് അബുദാബിയിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യണത്, അവിടേക്ക് ഞങ്ങൾ വിസ അടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ മോളിനെ ചേർത്തിയ സ്കൂളിൽ എനിക്ക് ജോലി റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്തു, നമ്മൾ ഒരുമിച്ച് നിൽക്കാം എന്നുള്ളത്. എൻ്റെ അച്ഛൻ 30 വർഷം ഗൾഫിലായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും പണ്ടേ കൊല്ലത്തിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ലീവിന് വരുമ്പോഴൊക്കെയാണ് അവർ ഒരുമിച്ച് നിൽക്കണതൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രവാസികളുടെ ഭാര്യമാർക്ക് എത്രയായാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാവും. നമ്മളപ്പം ഞാൻ എൻ്റെ ജോലി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിൽക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ട് അങ്ങനെ നമ്മൾ ജൂൺ 25 9:30 ആകുമ്പോഴായിരുന്നു ഫ്ലൈറ്റ്. ഒരു 6 മണിക്ക് 3 മണിക്കൂർ മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു 6 മണിക്കുള്ളിൽ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മളങ്ങനെ അബുദാബിയിലേക്ക് പോവാണ് കേട്ടോ. എയർ അറേബ്യ ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അന്ന് ഉച്ചതിരിഞ്ഞിട്ട് നമ്മൾ എത്തിയാൻ പറഞ്ഞല്ലോ, 6 മണിയോട് കൂടിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മക്കളും ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടായിരുന്നു, കൂടെ ആരും ഉണ്ടായിരുന്നില്ല. മുന്നേ വിസിറ്റിങ്ങിന് ഞാനും വന്നിട്ടുണ്ടായിരുന്നു മോളായ സമയത്ത്, അന്ന് ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇപ്പം ഇന്ന് 2 ആളായതുകൊണ്ട് എനിക്കത് എങ്ങനെ ഇവരെ കൊണ്ടുപോകും ക്യാരി ചെയ്ത് എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ആലോചിച്ചിട്ട്. പിന്നെ ഓരോ ടെൻഷനുകൾ ഇങ്ങനെ നമുക്ക് പോകുമ്പോൾ ഉണ്ടാവുമല്ലോ ഒറ്റയ്ക്കാവുമ്പോൾ. അപ്പം പോണേൻ്റെ വിഷമം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവൻ അങ്ങനെ ഒതുങ്ങിയിരിക്കില്ല, അവൻ്റെ പ്രായം അതാണ്. അപ്പോൾ 2.5 വയസ്സാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയാലും അവിടെ അബുദാബിയിൽ എത്തുന്ന വരെ അവൻ ഒതുങ്ങിയിരിക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. രാത്രിയൊക്കെ നൈറ്റ് നന്നായി അവൻ താമസിച്ച് ഉറങ്ങാറ് കുറേ ദിവസമായിട്ട്. ചേച്ചിമാരുടെ മക്കളവരൊക്കെ ആയിട്ട് കളിയും കാര്യങ്ങളും, ഞങ്ങൾ പോവല്ല എന്തായാലും, അപ്പോൾ അവരായിട്ട് ഇങ്ങനെ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായി നേരം വൈകി ഉറങ്ങാറ്. അപ്പോൾ നമ്മൾ 9 മണിക്ക് ആകുമ്പോൾ ഫ്ലൈറ്റിൽ കയറിയാലും അവൻ ഉറങ്ങുന്ന ടൈമല്ല. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു, അവൻ അടങ്ങി ഒതുങ്ങിയിരിക്കുമോ, ഫ്ലൈറ്റിൽ ഓടി നടക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇവൻ അങ്ങനെ പ്രശ്നമുള്ള കാരണം കൊണ്ട് നമുക്കൊന്നുമില്ല, ലഗേജ് വെയിറ്റ് നോക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പണി. ബാക്കിയൊന്നും അത്ര വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തന്നെയാണ് വിചാരിച്ചത്. പിന്നെ അവിടെ ഒരു ഹെൽപ്പർ വന്ന് ചോദിച്ചു, നമ്മൾ കുട്ടികളായിട്ട് വരുന്നുണ്ട്, അപ്പോൾ നമ്മുടെ അടുത്ത് അവിടെ ചോദിക്കും നമ്മളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ. അവർ 1000 രൂപ 2000 രൂപ 3000 രൂപ നമുക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറ്റുന്ന വരെയാണെന്നുണ്ടെങ്കിൽ 3000 ഞാൻ പിന്നെ ലാസ്റ്റ് ഒന്നും പറ്റാതെ ആയപ്പോൾ 1000ൻ്റെ എടുത്തു കേട്ടോ. അപ്പം അവർ ബാഗേജൊക്കെ നമ്മളെ അത് വെയിറ്റ് നോക്കി നമുക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് തരും. നമുക്ക് ഒരാളുടെ ടിക്കറ്റിന് 30 കിലോ വെയിറ്റ് എടുക്കായിരുന്നു. അപ്പോൾ പരമാവധി വെയിറ്റ് നമ്മളിനിപ്പോൾ വിസ അടിച്ച് വരുന്നതുകൊണ്ട് അത്യാവശ്യം പാത്രങ്ങളും അതുപോലെ അത്യാവശ്യം വേണ്ട കൈ പിടിക്കേണ്ട സാധനങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, പൊടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 രൂപ കൊടുത്ത് ആളുടെ ഹെൽപ്പ് അങ്ങനെ ചോദിച്ച് ആളാണ് കേട്ടൊക്കെ ലഗേജൊക്കെ എനിക്ക് കയറ്റിത്തരാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ നമ്മളിതേ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എയർ ഹോസ്റ്റസ് നമുക്ക് ഏതാണ് സീറ്റ് നമ്പർ എന്ന കാര്യങ്ങളൊക്കെ കാട്ടിത്തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ വിസിറ്റിങ്ങിന് പോയിട്ടുള്ള കാരണം കൊണ്ട് നമുക്കിങ്ങനെ ആദ്യമായിട്ട് പോകണൊരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ഇല്ല, എന്നാലും ഉണ്ടായിരുന്നു. പക്ഷെ മോൾക്കും മോനും അത് ആദ്യമായിട്ട് കാണുകയല്ലേ. മോളും നല്ല ചെറുതായിരുന്നു മുന്നേ വിസിറ്റിങ്ങിന് വന്ന സമയത്ത്, അപ്പോൾ അവൾക്കത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തവണ പോകുമ്പം അവൾക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റ് പൊന്തുമ്പോൾ ഇവരിങ്ങനെ യൂട്യൂബിലും ഫോണിലൊക്കെ ഓരോന്നിരുന്ന് കാണുകയല്ലേ. അപ്പോൾ പല കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇവർ ഓവറായിട്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ടേ ഫ്ലൈറ്റ് അത് പൊട്ടി താഴെ വീഴുമോ, അതുപോലെ തന്നെ ഉയരുമ്പോൾ അത് അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാനിക്കും ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. മുന്നേ എന്നോട് പറയുന്നു അമ്മ നല്ല ടെൻഷനുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളുടെ സീറ്റിലിരുന്നു. ഞാൻ മോളിനെ വിൻഡോ സീറ്റിലിരുത്തി. പിന്നെ ഞാൻ തെറ്റത്തിരുന്നു, കാരണം ചെറിയ ആളെ നടുക്കിലിരുത്തുക ചെയ്തത്. അപ്പോൾ പിന്നെ കംഫർട്ടായിട്ടായിരുന്നു പോലെ. ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നത്. പക്ഷേ പിന്നെ ഫ്ലൈറ്റ് മൂവ് ആവുന്നതിനോട് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് അവർ ഒരു ഡെമോ ക്ലാസ് പോലെ എടുത്തു തരും കേട്ടോ. അതായത് നമുക്ക് സേഫ്റ്റി എങ്ങനെയൊക്കെയാണ്, നമ്മൾ എന്തെങ്കിലും അപകട സാധ്യതകൾ വരികയാണെങ്കിൽ ബൈ ചാൻസ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ അതൊന്ന് പ്രിക്കോഷൻ എടുക്കണം
എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വിത്ത് ആക്ഷൻ കൂടിയായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണോട് കൂടിയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും അപകട സാധ്യതകൾ വന്നാൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് ഒരു ക്ലാസ് പോലെ, അതുപോലെ ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കേണ്ട കാര്യങ്ങളും അതൊക്കെ നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് അങ്ങനെ മുകളിലേക്ക് മൂവ് ആയതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് എത്തിയിട്ടാണ്. ഫുഡ് ഓൾറെഡി നമ്മൾ ടിക്കറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് അതിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ മണിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവിടുത്തെ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പം അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഫുഡ് എന്താണോ അത് നമുക്ക് അതിനോടൊപ്പം എടുക്കാം കേട്ടോ, നമ്മൾ പൈസ അടച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിനൊപ്പം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം മോൾക്ക് ചെവി വേദന എടുത്തിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ എന്തെങ്കിലും ചെവിയിൽ വെക്കാനുള്ള എന്തെങ്കിലും കോട്ടണോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ, ഞാനിതൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾക്ക് എന്തോ ചെവി വേദന, അത് പിന്നെ പറഞ്ഞിട്ട് ഉണ്ടാവും ചില കുട്ടികൾക്ക്. കുറച്ച് നേരം ഉണ്ടായുള്ളൂ, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരി, നന്നായി ഞാൻ അടച്ച് പൊത്തി പിടിച്ച് കൊടുത്തു. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളവിടെ ലാൻഡ് ചെയ്തു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എത്തി. നമുക്ക് എടുത്ത് പറയേണ്ടത്, നമുക്ക് തുടക്കത്തിലേ ഞാൻ ഫാമിലി ഒറ്റയ്ക്കാണ് ഞങ്ങൾ വന്നത് 2 കുട്ടികളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ടാണോ എന്നറിയില്ല, പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു ചേട്ടൻ നന്നായി ഹെൽപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് ലഗേജ് എടുത്ത് വെച്ച് തരാനും, എൻ്റെ ലഗേജ് ആളാണ് എനിക്ക് ഉന്തി എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തുന്ന വരെ ആളാണ് കൊണ്ടുപോയത്. ആൾക്ക് അധികം വെയിറ്റ് ഉണ്ടായിരുന്നില്ല, അത് എന്നോട് പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ലഗേജ് എടുത്ത് വയ്ക്കാനും ഒക്കെ ഇതിനും ആൾ നന്നായി ഹെൽപ്പ് ചെയ്തു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. അപ്പം നമുക്ക് ഓരോരുത്തരങ്ങനെ നമ്മൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പെട്ട ഒരാളാണ് ആൾ. എന്തായാലും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ അബുദാബി അടുത്ത് തന്നെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയതിൻ്റെ അടുത്ത് തന്നെ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു റൂം എടുത്തു കേട്ടോ. റൂം എടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഞാൻ വിസ ആയതുകൊണ്ട് മെഡിക്കൽ എടുക്കണം, എനിക്ക് മക്കൾക്ക് വേണ്ട, എനിക്ക് മെഡിക്കൽ എടുക്കണം. അപ്പോൾ മെഡിക്കൽ എടുക്കണം, പിന്നെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അന്ന് അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് മെഡിക്കൽ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ റൂമിൻ്റെ അവിടേക്ക് അത്യാവശ്യം വഴിയുണ്ട്, ഒരു 6 മണിക്കൂറോളമൊക്കെ എങ്ങനെ പോയാലും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത്യാവശ്യം കഴിയേണ്ട കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ, അവിടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കലൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ ശരിക്കുള്ള റൂമിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ റൂം എടുത്തത് കേട്ടോ. നല്ല റൂമായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവർ ഓരോന്നൊക്കെ കണ്ടുപിടിക്കില്ല. റൂമിൻ്റെ ഉള്ളിൽ ബാത്റൂമും അവിടെ ബാത്ത് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ഗ്ലാസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ടി വിയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്, അല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു പുതുമയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ റൂമിൽ അന്ന് സ്റ്റേ ചെയ്തു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ മെഡിക്കലും അതുപോലെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് പിറ്റേ ദിവസം ജോലിക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരുവിധം കഴിച്ച് വയ്ക്കുക എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ എവിടെയും അങ്ങനെ നിന്നില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നവരെല്ലാതും ചെയ്ത് പിന്നെ പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ. ആദ്യം മെഡിക്കൽ എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും 15-10 മിനിറ്റിൻ്റെ ഉള്ളിൽ മെഡിക്കൽ എടുത്ത് കഴിഞ്ഞു കേട്ടോ ഹോസ്പിറ്റലിൽ വന്നിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നെടുകെ അവിടെ തൊട്ടടുത്തുള്ള ലുലു മാളിലേക്ക് വന്നു. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം വാങ്ങേണ്ട സാധനങ്ങളൊക്കെ, കാരണം നമ്മൾ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫുഡ് വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള വെജിറ്റബിൾസും അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ, ഒരുവിധം പാത്രങ്ങളൊക്കെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരാളുടെ ലഗേജ് 30 കിലോ വെച്ചിട്ട് എനിക്ക് കൈ പിടിക്കുമായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ. അപ്പോൾ 90 കിലോ, അപ്പോൾ ഏകദേശം ഞാൻ ഫുൾഫില്ലാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നത് സാധനങ്ങളൊക്കെ ഞാൻ പരമാവധി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളും പൊടികളും കടല മുതിര പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരുവിധം പാക്ക് ചെയ്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ, അതായത് ചോറ് വയ്ക്കാനുള്ള ഒരു ചാക്സൻ്റെ പാത്രം, അതുപോലെ മിക്സി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പച്ചക്കറികളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് സ്റ്റോക്ക് ചെയ്യാന്നുള്ള നിലയ്ക്ക് നമ്മളങ്ങനെ ലുലു മാളിലേക്ക് വന്ന് അവിടെ വന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ
പർച്ചേസ് ചെയ്തു കേട്ടോ. നമ്മുടെ നാട്ടിൽ ചോറ് വയ്ക്കുന്ന ജാക്സൻ്റെ പാത്രമില്ലേ, അതായത് തലേദിവസം ചോറ് ഇറക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ചോറാവുന്ന അങ്ങനത്തെ പാത്രമാണ് ഞാൻ ഇവിടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ കൈ പിടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ അതുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് 2 അറബി കുട്ടികളാണ് രസമുണ്ടായിരുന്നു കാണാട്ടെ, ചെറിയ അറബി ഇതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് സൂം ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ പർച്ചേസിങ് തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ചോറ് വയ്ക്കുന്ന പാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ ഗൾഫിൽ ഒരുവിധം ബാച്ചിലേഴ്സ് ആയാലും ചെറിയ ഫാമിലി ആയാലും ഒക്കെ ഒരു തരം ടൈപ്പ് കുക്കറാണ് അവർ ഉപയോഗിക്കുന്നത് ഫുഡ് വയ്ക്കാനായിട്ട്. അത് വല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഉയർന്ന ശബ്ദത്തിൽ വിസിൽ വന്ന് അങ്ങനത്തെ കുക്കറല്ല. അതിൽ ചോറ് വെച്ച് നമ്മൾ കറക്റ്റ് വെള്ളം വെച്ച് നമ്മൾ അടപ്പത്ത് കയറ്റി കഴിഞ്ഞാൽ അത് ചെറിയൊരു ശബ്ദം വരും, ചെറുതായിട്ടൊരു ശബ്ദം വരും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത ചോറ് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ അതായത് ലുലുമാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയത്, ഇത് കണ്ടപ്പോൾ കുട്ടികൾ പെട്ടെന്ന് അട്രാക്റ്റീവാണ് ഈ സംഭവം. അപ്പോൾ ഇതിൽ ഇവർ അവിടെ നിന്ന് പൈസ ഇട്ടിട്ട് കോയിൻ ഇട്ടിട്ട് ഇതങ്ങനെ കറക്കി കഴിഞ്ഞാൽ തിരിച്ച് കഴിഞ്ഞാൽ അതിന്ന് ഇങ്ങനെ ഈ ചോക്ലേറ്റ് ഇങ്ങനെ കയ്യിലേക്ക് വന്ന് വീഴും. അപ്പോൾ അതെടുത്തതേ മോൻ കണ്ട കിട്ടിയ വഴിക്ക് വായിലിട്ടു കേട്ടോ. അപ്പോൾ അതൊരു ചെറുനാരങ്ങയുടെ നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങയുടെ ഒരു വലിപ്പമുണ്ട്, കറക്റ്റ് അത്യാവശ്യം വലിപ്പമുള്ള ബോളാണ്. ഇത് ഇവരെടുത്തു കറക്കി 2 കോയിലിട്ട് 2 ആളും അത് കയ്യിലാക്കി വായിലിട്ടു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ സ്മെല്ല് വന്നപ്പോൾ കറക്റ്റ് ചൂയിങ്കത്തിൻ്റെ മണം. അപ്പം ഇതിപ്പോൾ അറിയാത്തവരുണ്ടാവും കുറേ പേര്, നാട്ടിൽ വരുന്നവരൊക്കെ. കുട്ടികൾ ഇത് പെട്ടെന്ന് വായിലിടണം. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ ഇത് വായിലിട്ട ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഇത് നല്ല ബബ്ലിക്കല്ലേ, അതായിരുന്നു ഇത്. ഞാൻ വിചാരിച്ചു വല്ല ക്യാൻഡി പോലത്തെ എന്തെങ്കിലും മിഠായി ആവുന്നു, പക്ഷെ അല്ല, ചോക്ലേറ്റ് ആയിരുന്നു. അത് അറിഞ്ഞ വഴിക്ക് ഞാൻ 2 ആളുടെയും വായിന്ന് അത് വാങ്ങിച്ചിട്ടാണ്. കാരണം അത് വിഴുങ്ങി പോവുക, എന്തെങ്കിലും എന്തെങ്കിലും ബൈ ചാൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ കുറേ പേർക്കൊന്നും അറിയണുണ്ടാവില്ല കേട്ടോ. കുട്ടികൾ കണ്ടത് പെട്ടെന്ന് തന്നെ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നിന്ന് കോയിൻ വാങ്ങിച്ച് ഈ സംഭവം ഇവർ വാങ്ങിക്കും. ഞാൻ കോയിൻ വാങ്ങിച്ച് കൊണ്ടുപോയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവർ കോയിൻ വാങ്ങിച്ച് കൊണ്ടുപോയത് വായിലിടുമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നാലെ പോയി നോക്കിയപ്പോഴാണ് ഇവർ ഇങ്ങനെ ചോക്ലേറ്റ്, ഇവർക്കിത് അറിയാം, ഇവർ ഫോണിലൊക്കെ കണ്ടിട്ട് തോന്നുന്നു ഇവരത് ചെയ്യണം. വേറെ ആരും ചെയ്യണം കണ്ടിട്ടൊന്നുമല്ല, ആളത് പോയി കറക്കി അതിൽ പൈസ ഇട്ട് കറക്കി അതൊന്ന് ചോക്ലേറ്റ് ഇവർ കയ്യിലാക്കി. ചോക്ലേറ്റ് അല്ല, ഈ പറയുന്ന ബബിൾ ഗം. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ്. അതുപോലെ നമ്മളെ റൂമിലേക്ക് അപ്പോൾ നമുക്ക് വരുമ്പോൾ നിൽക്കുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒരുവിധം പർച്ചേസ് ചെയ്തു. അങ്ങനെ ഇവർ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ള ആകെ അലമ്പാക്കി തുടങ്ങിയിട്ട് ഇവർക്ക് ക്ഷമയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു കോലുമിഠായി വാങ്ങിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ പിന്നെ അത് കുറേ നേരം അങ്ങനെ കഴിച്ച് അങ്ങനെ നടന്നു, വേറെ കുഴപ്പമൊന്നുമില്ലാതെ. പിന്നെ നമ്മൾ അവിടെ ഇവിടെ ഒന്നും നിന്നില്ല കേട്ടോ. നമ്മൾ ഫുഡ് വരെ കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഓൾറെഡി റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തൊന്നും നിർത്തിയില്ല, നെട്ടിക്ക് നമ്മൾ പോകുന്നു. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവിടെ നിന്ന് അത്യാവശ്യം വഴിയുണ്ട്. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ചേട്ടന് ജോലിക്ക് കയറും വേണം. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറിയിട്ട് ചെറുതായിട്ട് എന്തോ ബർഗറോ ജ്യൂസോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ച് നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചു. എവിടെയും നിർത്തിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് വേഗം പോകുന്നത്. എന്നിട്ട് തന്നെ നമ്മൾ രാത്രി 11 മണിക്ക് ആയി റൂമിലെത്താനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് നമ്മൾ അബുദാബിയിലേക്ക് എത്തിയപ്പോൾ ഉള്ള വിശേഷങ്ങൾ. ഇനി തുടരെ നമ്മുടെ ചാനലിൽ നമ്മുടെ അബുദാബിയിലുള്ള വിശേഷങ്ങളൊക്കെ ഇടുട്ടാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.